അല്ല ധനമന്ത്രിയല്ലേ അത്? അല്ല ഇരിപ്പാട്ടോ. കഞ്ഞി വെപ്പാനോ അരിമണിയും കാണി വെറ്റമുറുക്കാൻ. ഇത് പണ്ടത്തെ ഒരു പാട്ടാ. നിങ്ങൾ കരയില്ലാന്ന്, പരിഹാരം ഉണ്ടാക്കാം. അതിരിക്കട്ടെ, നിങ്ങൾ എത്രയാ ചോദിച്ചേ? 24,000 കോടി. എന്നിട്ട് കിട്ടിയതോ? ഒന്നും കിട്ടിയില്ല അല്ലേ? വിഴിഞ്ഞോ? ഈ വയനാട് ദുരന്തോ? ഇല്ല. എയിംസ്? അതുമില്ല. റബ്ബർ താങ്ങുവില്ലേ? അതുമില്ല. ബഡ്ജറ്റിൽ ഒന്നും കിട്ടുന്നില്ല എന്ന് നിലവിളിക്കാതെ കിട്ടുന്നത് ഫണ്ട് വാങ്ങിയിട്ട് ചെലവഴിക്കാൻ പഠിക്കണം. നിക്ക് എന്നെ പൊങ്കോലയിടാൻ വരട്ടെ. ഞാനല്ല ഇത് പറഞ്ഞത്, നമ്മളെ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിൽ നിന്ന് പോയ വിദ്വാനില്ലേ സുരേഷ് ഗോപി, അങ്ങേര് പറഞ്ഞതാണ്. കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്, ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി. BJP-കാരനായതിനു ശേഷം ആദ്യമായിട്ടാ പൊള്ളയില്ലാത്തൊരു വാക്ക് കേട്ടത്. സമാധാനായി, ഇനി മരിച്ചാലും വേണ്ടൂല. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. വന്നൂലോ ക്ലോസറ്റ് ഭാഷ്യം. ഇപ്പൊ പറഞ്ഞ് നാവിങ് എടുത്തേ ഉള്ളൂ ഞാൻ. അപ്പോഴേക്കും വന്നു, പോയി, കയ്യിന്ന് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞത് നിങ്ങളോട് മിണ്ടണ്ടെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ അനുഭവിച്ചോ? അല്ല, ഈ ഉന്നത കുലജാതൻ സാറേ, നിങ്ങൾ തൃശ്ശൂരിങ് എടുത്തിട്ട് എന്തേനു കാര്യം? നിങ്ങളെ ഈ ഉന്നത കുലജാതൻ തന്നോ എന്തെങ്കിലും? സാറേ, സുരേഷ് ഗോപി സാറേ, ഈ ഉന്നത കുലജാതൻ ആരൊക്കെയാണെന്ന് പറയാവോ? ഈ കോണ കൊടുക്കുന്നവരോ അതോ പണ്ട് ഇരുട്ടിൻ്റെ മറവിൽ അടിയാളൻ്റെ ചെറ്റ പൊക്കി ആ ഉന്നത കുലജാതൻ്റെ കഴിവ് തെളിയിച്ച മൃഗന്മാരാണോ ഈ ഉന്നത കുലജാതന്മാർ?